ഹായ്. ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ടൈം മാനേജ്മെൻറ്റിൽ ഡെയിലി ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഏതൊരു ബിസിനസ്സും ആയിക്കോട്ടെ, ഏതൊരു ജോബ് ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വലിയൊരു ഗ്യാപ്പാണ്. എന്തുകൊണ്ട് ചില ആൾക്കാർ നന്നായിട്ട് അവരൊരു ഗോൾ സെറ്റ് ചെയ്താൽ ആ ഗോൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു, എന്നാൽ പല മെമ്പേഴ്സിനും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, അതിൻ്റെ യാഥാർത്ഥ്യത്തെയാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോവുക. ഇത് ശരിക്കും ഒരിക്കലും ഒരു പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ്ങോ ടീച്ചിങ്ങോ ഒന്നുമല്ല. ഇതിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റാണ്. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഒത്തിരി ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കടന്നുപോയി കഴിയുമ്പോൾ ആ ദിവസം എന്താണ് ചെയ്തതെന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയാത്ത രീതിയിൽ ഒത്തിരി ദിവസങ്ങൾ നഷ്ടമായി പോകുന്നുണ്ട്. ശരിക്കും ആത്മാർത്ഥമായിട്ടൊന്ന് കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓരോ മനുഷ്യനും ഓരോ ജീവിതങ്ങൾക്കും ദിവസങ്ങളുണ്ട് അല്ലേ? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ 1000 ദിവസമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ പീരീഡ് തീർന്നുകൊണ്ടിരിക്കുക. ശരിയാണോ അല്ലയോ? ഒന്നും നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കാലാവധി, നമ്മുടെ പീരീഡ്, നമ്മുടെ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കുറയുക. നമുക്ക് അഡീഷണലി ദിവസങ്ങൾ ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം. ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളൊക്കെ തുടങ്ങും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആ ദിവസമാണോ നിങ്ങളെ കൺട്രോൾ ചെയ്തത്, അതോ നിങ്ങളാണോ ആ ദിവസത്തെ കൺട്രോൾ ചെയ്തത്? രാവിലെ എണീക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരും. ആ ഫോൺ കോളിൻ്റെ പുറകെ നമ്മളങ്ങ് പോവും. ചിലപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ആയിരിക്കാം, നേരത്തെ നമ്മൾ ചെയ്ത വർക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, പലതുമായിരിക്കാം. പക്ഷേ ആ ദിവസം നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. ഇന്ന് ഇത് ചെയ്യണം, ഇതങ്ങനെ ചെയ്യണമെന്ന് ആ ദിവസം നമ്മളെ കൺട്രോൾ ചെയ്യുക. പക്ഷേ ഇത് നേരെ തിരിക്കണം. ഓരോ ദിവസവും നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് കഴിയണം. ഇതിൻ്റെ ഒരു റിയൽ ഡെപ്തിലേക്ക് നമുക്കൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. റിയാലിറ്റി എന്ന് പറയുന്നത് 24 hours. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷേ ലീഡേഴ്സ് കൂടുതൽ സമയം വർക്ക് ചെയ്യുകയല്ല ചെയ്യുക. അവർ ഡിസൈഡ് ആയിട്ടുള്ള ടൈമിലാണ് വർക്ക് ചെയ്യുക. അതായത് അവരൊരു ടൈം നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ സമയത്താണ് വർക്ക് ചെയ്യുക. അതല്ലാതെ കൂടുതൽ സമയമല്ല ലീഡേഴ്സ് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പ്ലാനോട് കൂടി തുടങ്ങുന്ന വ്യക്തികളുണ്ട്. അവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ഈ ദിവസം ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് എൻ്റെ ചെയ്യേണ്ടത് എങ്ങനെ ആ ഒരു ദിവസത്തെ പൂർത്തീകരിക്കണം എന്ന് പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോയാൽ എവിടെയെങ്കിലുമൊക്കെ സമയം പോകും. ശരിയല്ലേ? അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒന്ന് ശ്രമിക്കാം. ഞാനിവിടെ 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് പറയാം. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു വെളിച്ചമായിട്ട് മാറും. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയം ഒരു പേപ്പറോ പേനയോ എടുക്കാം, ഒന്ന് റെഡിയാവാം. അത് ഹൃദയത്തിലേക്ക് എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഓക്കെ. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഗോൾഡൻ റൂൾ. ഓക്കെ. 2, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇന്നലെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് എഴുതി വെച്ചു, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തു, അത് നടന്നിട്ടുണ്ടോ, ഒരു കുഞ്ഞ് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എഴുതി വെച്ചാൽ ഒരിടവും ഒന്നും എത്തില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, 1, 2, 3, ഈ 3 കാര്യം മതി ടോട്ടൽ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുമ്പോൾ നാളെ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല എങ്കിലും ഈ 3 കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ക്ലിയറായോ? ഒന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്ന് നോട്ട് എടുക്കുക, കാരണം അത് ഹൃദയത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഓരോ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ആ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നൊരു ശീലം കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ 3 പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. 2, നമ്മൾ ഓരോ കാര്യങ്ങൾ
ചെയ്യുമ്പോൾ ടാസ്ക് ലിസ്റ്റുകളുണ്ടാവും. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഈ ലിസ്റ്റല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ടൈം ബ്ലോക്കുകളാണ്. ഉദാഹരണത്തിന് എനിക്ക് നാളെ ബാങ്കിൽ പോകണം, ഇന്നൊരു കാര്യം ചെയ്യണം, ഇന്നൊരു കാര്യം ചെയ്യണം, ഇങ്ങനൊരു കസ്റ്റമറുടെ ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടാസ്ക് വിത്തൗട്ട് ടൈം ഫ്രെയിം ഇത് വലിയൊരു ഫാൻറ്റസിയിലേക്ക് പോകും, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ നമ്മൾ ടാസ്കിൻ്റെ കുറേ ലിസ്റ്റല്ല നമുക്ക് വേണ്ടത്, ടൈം ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാവിലെ 10 മണിക്ക് ഞാൻ ഓഫീസിലെത്തും, അത് കഴിഞ്ഞ് ഇത്ര സമയം വരെ ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യും, ഇത്ര മണിക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങും എന്ന് പറയുന്ന പോലെ ടൈം ബ്ലോക്ക് ചെയ്യുക. ഓരോ കാര്യങ്ങൾക്ക് ടൈം ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലിസ്റ്റുകൾ പലപ്പോഴും നമ്മളോട് കള്ളം പറയും. അതായത് നമ്മൾ കുറേ ടാസ്ക് ലിസ്റ്റ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, പലതും തീർക്കില്ല. പക്ഷേ കലണ്ടർ നമുക്ക് ട്രൂത്ത് വെളിപ്പെടുത്തും. അതായത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 10 മണിക്ക് ഓഫീസിലെത്തും, ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത 1 മണിക്കൂർ എന്നത് ചെയ്യും എന്ന് ഞാൻ കലണ്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് തരും. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചെയ്തു, അതിനൊന്നും ക്ലാരിറ്റി ഇല്ല, പലതും നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് മിസ്സിങ് എന്നുള്ളത്. പക്ഷേ കലണ്ടറിൽ കറക്റ്റ് അറിയാൻ പറ്റും ഞാൻ എവിടെ സമയം കൊടുക്കുന്നുണ്ട്, എവിടെയാണ് എനിക്ക് നഷ്ടം സമയത്തിൽ വരുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ടൈം കൊടുക്കാതെ നമ്മൾ ടാസ്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേറെ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് പോകുന്നത് പോലെയാണ്. അതായത് എനിക്കിങ്ങനൊരു കാര്യം ചെയ്യാനുണ്ട്, ഇത്ര സമയത്തിനകത്ത് ഞാനിത് ചെയ്യണം എന്ന് ടാസ്ക് എഴുതുന്നതിനാണ് ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുക. എനിക്ക് ബാങ്കിലേക്ക് പോകണം, ഇത്ര മണി തൊട്ട് ഇത്ര സമയം വരെ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇന്ന കസ്റ്റമറിനെ കാണണം, ഇത്ര സമയമാണ്. സമയം ബൗണ്ടറീസ് ഇല്ലാതെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടാസ്കിനോടൊപ്പം തന്നെ ടൈം ഫ്രെയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഈ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടൈം ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് 4 കാര്യങ്ങൾ ഞാൻ പറയും. ഒന്ന്, വർക്കിൻ്റെ ടൈം നമ്മൾ പ്ലാൻ ചെയ്യുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ വർക്ക് ചെയ്യും. പലപ്പോഴും അത് കഴിയാറില്ല, ശരിയല്ലേ? രാവിലെ അങ്ങ് ഓഫീസിലേക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്, രാത്രി 10 മണിക്കോ 11 മണിക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാലായി. അത്രയും സമയം നമ്മൾ വർക്ക് ചെയ്യാം. ശരിക്കും ഹൃദയത്തിൽ നിന്ന് തൊട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക? പല ആൾക്കാരുടെയും ആൻസർ മന്ത്ലി EMI ഉണ്ട്. ഈ EMI ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതി കൂട്ടത്തിലും ഓട്ടത്തിലുമാണ്. അവസാനം ജീവിക്കുന്നത് ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ്, പല ബാങ്കുകളുടെയും EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല നമ്മൾ ലൈഫിനെ കൊണ്ടുപോകേണ്ടത്. ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വർക്ക് ടൈം, കൂടുതൽ സമയം വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ, അങ്ങനെയല്ല ഗെയിം എന്നുള്ളത്. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് ടൈം നമ്മൾ മാനേജ് ചെയ്യാം. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നമ്മുടെ ഫാമിലി ടൈം നമ്മൾ ബ്ലോക്ക് ചെയ്യാം. ഇത്ര സമയത്ത് ഞാൻ വീട്ടിലേക്ക് എത്തും, അതിനുശേഷം ഇത്ര സമയമാണ് എൻ്റെ ഫാമിലി ടൈം എന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 3, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടൈം മാറ്റി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ടുവരിക. അതായത് ഒരു മെഷീൻ, ഒരു പ്രിൻ്റർ ഞാൻ വാങ്ങിച്ചു. ആ പ്രിൻ്റർ രാവിലെ 10 മണിക്ക് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, പ്രിൻ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക. അത് ഉച്ചയായി, വൈകിട്ടായി, രാത്രി 11 മണി വരെ പ്രിൻ്റ് അടിക്കാൻ നിന്നുള്ള അവസരം ആലോചിക്കും. ആവശ്യത്തിന് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്, പ്രിൻ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ മെഷീൻ ഹീറ്റായി അത് പൊട്ടിപ്പോവും, അല്ലേ? അതുപോലെയാണ് നമ്മുടെ മനുഷ്യൻ്റെ കാര്യം. നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നു, വീണ്ടും വർക്ക് കൊടുക്കുന്നു, ചില സമയത്ത് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ലാതെ അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെഷീനും പൊട്ടിപ്പോവും. നമുക്ക് ഡാമേജുകൾ ഇൻറ്റേർണലി നമുക്ക് സംഭവിക്കും, നമ്മുടെ ബ്രെയിനിൽ ഡാമേജ് സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെ പലതരത്തിൽ നമുക്ക് കേടുപാടുകൾ വരുന്നുണ്ട്. എവിടെയാണ് കേടെന്ന് അറിയാൻ കഴിയില്ല. ഇത് അവസാനം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. വർക്കിൻ്റെ ടൈം നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഫാമിലി ടൈം ബ്ലോക്ക് ചെയ്യുക, ഹെൽത്തിൻ്റെ കാര്യം ടൈം ബ്ലോക്ക് ചെയ്യുക, റെസ്റ്റ് ചെയ്യുന്ന ടൈമും നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യുക. നമ്മൾ ലിസ്റ്റല്ല കീപ്പ് ചെയ്യേണ്ടത്, ലിസ്റ്റ് വിത്ത് ടൈം. ഈ ഒരു കാര്യം എനിക്ക് ഇത്ര സമയത്തിനകത്ത് ചെയ്യണം എന്നുള്ള ടൈം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഞാൻ പറയുകയാണെങ്കിൽ, 1 ഫോക്കസ് ബ്ലോക്ക് ഡെയിലി. അതായത് ഒരു കാര്യം നമ്മൾ ഫോക്കസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ഡീപ്പ് വർക്കിന് കൊടുക്കുക. അതായത് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 മിനിറ്റ്സ് ടു 90 മിനിറ്റ്സ്
1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ എനിക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യണം. ഓക്കെ. ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിനെ ഞാൻ മാറ്റി വെക്കുന്നു. ചിലപ്പോൾ അത് സൈലൻറ്റ് മോഡിൽ ഇടാനായിട്ടാണെങ്കിൽ അങ്ങനെ. നോട്ടിഫിക്കേഷൻസ് എനിക്ക് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിങ് 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 സൗണ്ട് വരുന്ന നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയുള്ള ഡീപ്പ് വർക്ക് സോർട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ ടോട്ടൽ ഗെയിമിൽ വ്യത്യാസം വരും. കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ഫോക്കസ്ഡ് ആയിട്ട് ഇതിനെ പറയുന്നത് ഫോക്കസ് ബ്ലോക്ക് ഡെയിലി എന്നാണ്. ഫോക്കസ് ടൈമാണ്, അതായത് ഡീപ്പ് ഫോക്കസ് ടൈം. മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഇത് തന്നെ. ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഒരു മണിക്കൂർ പോലും ഫോൺ നമുക്ക് സൈലൻറ്റിലോ മാറ്റി വെക്കാൻ കഴിയാതെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്, അതൊരു വലിയ ഡേഞ്ചർ സിറ്റുവേഷനുമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുമ്പോൾ അത് നന്നായിട്ട് പെർഫോമൻസിലേക്ക് എത്തിക്കും, നമുക്ക് കൂടുതൽ ടൈം മാനേജ്മെൻറ്റിലേക്ക് എത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഫൈനലി എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ഷിഫ്റ്റാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. അതായത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിസിനസ് സ്കിൽ. ബിസിനസ്സിൻ്റെ ഒരു സ്കില്ലല്ല ടൈം മാനേജ്മെൻറ്റ്. ഇത് ശരിക്കും ഒരു ലീഡർഷിപ്പ് ഐഡൻറ്റിറ്റി സ്കില്ലാണ്. ഞാനെന്നുള്ള വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ ഈ ടൈമുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പം ആ രീതിയിൽ നമ്മളിലാണ് ഒരു മാറ്റം വരേണ്ടത്. നമ്മൾ എങ്ങനെയാണോ ടൈം മാനേജ് ചെയ്യുന്നത് അതാണ് ശരിക്കും നമ്മുടെ ഒരു വാല്യൂസ്, ഇല്ലെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റ്, നമ്മൾ ആരെയാണോ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ തിരിച്ചറിയുന്ന ടൈമിനനുസരിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഒരു വ്യക്തി നന്നായിട്ട് ടൈം മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം വാല്യൂസ് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം ഫ്യൂച്ചറിലേക്കുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ടൈം മാനേജ്മെൻറ്റ് മാറും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, വെൻ യു റെസ്പെക്റ്റ് യുവർ ടൈം പീപ്പിൾ സ്റ്റാർട്ട് റെസ്പെക്റ്റ് യു. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ നമ്മുടെ സമയത്തെ റെസ്പെക്റ്റ് ചെയ്താൽ ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടുകൊണ്ട് ടൈമിനെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് റെസ്പെക്റ്റാണ്. അതല്ലാതെ നമ്മളിങ്ങനെ ഇത്ര സമയത്ത് ഇത് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജയിലിൽ പിടിച്ചിടുന്ന പോലെ അല്ലെങ്കിൽ ബൗണ്ടറീസും ഒക്കെ അല്ല. ശരിക്കും അത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള റെസ്പെക്റ്റാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഫൈനലി ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുന്നൊരു ശീലം കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് സമയം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം നമുക്കുണ്ടാവണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയാൽ തന്നെ എല്ലാ പ്രശ്നത്തിൻ്റെയും സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, ടു ബി ഫ്രാങ്ക്. നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്. യു നീഡ് എ ഡിസൈഡ് കലണ്ടർ. ഒരു കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കലണ്ടർ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒത്തിരി മോട്ടിവേഷൻ അല്ല ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് തരാനുള്ളതും പറയാനുള്ളതും. ശരിക്കും ഒരു കലണ്ടർ. ജസ്റ്റ് നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറും. എന്നിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു വർഷം നമ്മൾ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ചെയ്താൽ നമ്മളിൽ വ്യത്യാസം വരില്ലേ? നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരില്ലേ? ഒത്തിരി ആൾക്കാരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ലേ? നമുക്ക് മാക്സിമം വാല്യൂ കൊടുക്കാൻ കഴിയില്ലേ? ഈ ഒരു വർഷത്തിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കണം, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നാളെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, റെസ്റ്റാണ്, അത് മുൻകൂട്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. അതല്ലാതെ രാവിലെ എണീക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ എനിക്കൊരു മൂഡില്ല, ഞാൻ പോകുന്നില്ല, അങ്ങനെയുള്ള ഷിഫ്റ്റുകൾ വരാതെ ഒന്ന് പ്ലാൻ ചെയ്താൽ ലൈഫ് വളരെ മനോഹരമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് ഈ തന്നിരിക്കുന്ന ടിപ്സ് ഒന്ന് എഴുതിയെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ വ്യത്യാസം വരും. ഞാനും ഒരു സമയത്ത് ഇതുപോലെ ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ ഓരോ കസ്റ്റമേഴ്സ് തരുന്ന വർക്കുകൾക്കനുസരിച്ചിട്ട് ഒത്തിരി ടൈം രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നിന്ന് എനിക്കൊരു മെൻറ്റർഷിപ്പിനെ കിട്ടിയതിന് ശേഷം എൻ്റെ മെൻറ്ററുടെ ഫുള്ളി ഞാൻ സറണ്ടർ ആയപ്പോൾ എനിക്ക് എന്നെ കാണാനായിട്ട് കഴിഞ്ഞു. കുറച്ചുകൂടെ ലൈഫ് മനോഹരമായി. ഈ ഫോണ് നമുക്ക് ഇൻകമിങ് ഇല്ലാതെയും ഉപയോഗിക്കാം എന്ന തിരിച്ചറിവ് എനിക്ക് ലോകത്തിൽ തന്നു. നോക്കിയേ, ബിസിനസ്സുകാരനാണ്, ശരിയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്ര സമയത്തിന് ശേഷം രാത്രി ഫോൺ എടുക്കുന്നില്ല, രാവിലെ ഇത്ര മണിക്ക് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോഴില്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ ബിസിനസ്സിൽ അതൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, മാക്സിമം വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ആ ഒരു ദിവസം കൺട്രോൾ ചെയ്യല്ല, നമ്മൾ ആ ദിവസത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ മാറട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ ചെയ്യുന്ന വർക്കിലും നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രൊഫഷണലിസം, ഒരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ദിവസം മാനേജ് ചെയ്യാൻ കഴിയാത്ത വ്യക്തിക്ക് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാനൊരു ചലഞ്ച് തരട്ടെ. നാളെ ഒരു ദിവസം നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലെ നാളെ സംഭവിക്കണം. നാളെ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കും. 1, 2, 3. ഇന്ന് തീരുമാനമെടുക്കുക. എന്നിട്ട് നാളെ അത് പ്രാവർത്തികമാക്കുക. നാളെ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ 3 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്താലോ? 7 ഡേയ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പം 7 × 3 വലിയൊരു മാജിക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് 30 ഡേയ്സ് ആണെങ്കിലോ 30 ഡേയ്സ് × 3 ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ടു സക്സസ്. 90-100ഓളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു എക്സ്ട്രീമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു ദിവസത്തെ കൺട്രോൾ ചെയ്ത് ശീലിക്കുക, പരിശീലിക്കുക, മുന്നോട്ട് പോവുക. ഇത് വലിയൊരു തിരിച്ചറിവും കൂടിയാണ്. നമ്മുടെ ടൈം ഇതിനെ മാനേജ് ചെയ്താൽ നമുക്ക് എന്തും ലോകത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. വളരെ സന്തോഷം ഇങ്ങനെ വാല്യൂസ് കൊടുക്കാൻ കഴിയുന്നതിൽ, നിങ്ങളുമായിട്ട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും പേഴ്സണലി ഞാൻ വായിക്കുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. വളരെ സന്തോഷം. നമ്മൾ ഇനിയും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒരുമിച്ച് നമ്മൾ വളരും. താങ്ക് യു ആൾ. പ്രവീൺ കാൽവിൻ കാൽസ്റ്റോൺ.